പാലക്കാട്ടേക്ക് പോകണം, രാഹുൽ എവിടെയെന്ന് തിരയേണ്ടതുണ്ട്. ജംഷീർ കൊടിഞ്ഞിയാണ് പാലക്കാട് നിന്ന് ചേരുന്നത്. ജംഷീർ, ഇന്നലെ അതിജീവിത മുഖ്യമന്ത്രിയെ കാണാൻ എത്തിയതിനു ശേഷം ഏതാണ്ട് ഒരു കുറച്ച് മിനിറ്റുകൾ മാത്രമാണ് പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിൽ ആക്റ്റീവായിരുന്നത്, അതായത് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ആക്റ്റീവായിരുന്നത്. അതിനുശേഷം കാണാനില്ല പാലക്കാട്ടെ MLA എന്നുള്ളതാണ് വസ്തുത. FIR രജിസ്റ്റർ ചെയ്തതിനു ശേഷം പോലീസും പാലക്കാടും പത്തനംതിട്ടയിലുമൊക്കെ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വിവരവുമില്ല. ഏറ്റവും അടുത്ത് നിൽക്കുന്ന നേതാക്കൾക്ക് പോലും, പാലക്കാട്ടെ കോൺഗ്രസുകാർക്ക് പോലും അറിയില്ല രാഹുൽ എവിടെയാണെന്ന് മനസ്സിലാക്കുന്നു. എങ്ങനെയാണ് രാഹുലിന് വേണ്ടിയുള്ള അന്വേഷണം നടക്കുന്നത്? ഒപ്പം തന്നെ വലിയ പ്രതിഷേധത്തിലേക്ക് നേരത്തെ CPM ഒക്കെ മാറി നിന്നത് കേസില്ലല്ലോ, പരാതിയില്ലല്ലോ എന്നുള്ള രീതിയിലായിരുന്നു ഒന്ന് അയഞ്ഞു നിന്നിരുന്നത്. ഇനി അതുണ്ടാകില്ല, കേസുണ്ട്, പരാതിയുണ്ട്, FIR രജിസ്റ്റർ ചെയ്തു, ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചുമത്തിക്കൊണ്ടുള്ള കേസാണുള്ളത്. വലിയ പ്രതിഷേധത്തിലേക്കാണോ കാര്യങ്ങൾ കടക്കുന്നത്? പകൽ മുഴുവൻ പാലക്കാടുണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. വൈകുന്നേരം ഈ അതിജീവിത മുഖ്യമന്ത്രിയെ കാണുന്നു എന്ന് പറയുന്ന ആ സമയത്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അപ്രത്യക്ഷനാകുന്നത്. എന്ന് വെച്ചാൽ പാലക്കാട് നഗരത്തിലെ വിവിധ തെരഞ്ഞെടുപ്പ് പരിപാടികളിൽ അദ്ദേഹം സജീവമായി ഉണ്ടായിരുന്നു. വൈകുന്നേരം കണ്ണാടിയിൽ പരിപാടിയിൽ പങ്കെടുക്കാൻ പോകുന്ന സമയത്താണ് ഈ വാർത്ത വരുന്നത്. യുവതി മുഖ്യമന്ത്രി കാണുന്നു എന്നുള്ള പരാതി നൽകുന്നു എന്നുള്ള വാർത്ത പുറത്തു വരുന്നത്. ഈ ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിക്കുന്നു. പാലക്കാട് നഗരത്തിൽ നിന്ന് MLA ഓഫീസ് പരിസരത്തേക്ക് വരുന്നു. വൈകുന്നേരം 5:45 അദ്ദേഹത്തിൻ്റെ ഫോൺ ഓഫാകുന്നു, സ്വിച്ച് ഓഫ് ആകുന്നു. അദ്ദേഹത്തിൻ്റെ വാഹനം, MLA വാഹനം മാറ്റുന്നു. മറ്റൊരു വാഹനത്തിൽ, സുഹൃത്തിൻ്റെ വാഹനത്തിൽ അദ്ദേഹം പോകുന്നു. പിന്നീട് അദ്ദേഹത്തെ ഇതുവരെ കണ്ടിരുന്നില്ല എന്നുള്ളതാണ്. ഓഫീസ് ആ സമയം പൂട്ടിയിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ഓഫീസ് തുറന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാവിലെ 9 മണിയോടുകൂടിയാണ് ഓഫീസ് തുറന്നിരിക്കുന്നത്. ഓഫീസ് സ്റ്റാഫ് അംഗങ്ങൾ എത്തിയാണ് ഓഫീസ് തുറന്നിരിക്കുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, വാതിൽ തുറന്നിരിക്കുന്നു. നമ്മൾ നേരത്തെ വന്ന സമയത്ത് രാവിലെ വന്നപ്പോൾ ഓഫീസ് അടഞ്ഞു കിടക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഓഫീസ് തുറന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഇന്നലെ മുതൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫോണ് സ്വിച്ച് ഓഫ് ആയിരുന്നു. സോഷ്യൽ മീഡിയയിൽ ചില പരാമർശങ്ങൾ, അതായത് സത്യം ജയിക്കുമെന്നടക്കമുള്ള ചില പരാമർശങ്ങൾ നടത്തുന്നത് വെച്ചാൽ പിന്നീട് അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എവിടെയാണെന്ന് സംബന്ധിച്ചൊരു വ്യക്തതയിലായിരുന്നു. എന്നാൽ ഇന്ന് രാവിലെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ 2 ഫോണും ഓണായി എന്നുള്ളതാണ്. അല്പനേരം അത് ഓണായി കിടന്നു. വിളിക്കുമ്പോൾ റിങ് ചെയ്തെങ്കിലും കട്ടാക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. എന്നാൽ കുറച്ച് നേരം അങ്ങനെ നിന്നെങ്കിലും പിന്നീട് ഇപ്പോൾ വീണ്ടും ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹം എവിടെയാണ് എന്നത് സംബന്ധിച്ച് ജില്ലയിലെ, അതായത് പാലക്കാട് ജില്ലയിലെ നേതൃത്വത്തിന് പോലും കൃത്യമായ ഒരു വിവരമില്ല. നമുക്ക് മനസ്സിലാക്കുന്ന പ്രകാരം അദ്ദേഹം പിന്നീട് നേതാക്കന്മാരുമായി ബന്ധപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഓഫീസ് തുറന്നു പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഓഫീസ് സ്റ്റാഫ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇന്നലെ ഓഫീസ് പൂട്ടി എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. സാധാരണഗതിയിലുള്ള പ്രവർത്തനം തന്നെ സാധാരണഗതിയിൽ പ്രവർത്തിക്കുന്ന രീതിയിൽ തന്നെയാണ് ഓഫീസ് പ്രവർത്തിക്കാറ്. ഇന്നലെ വൈകിട്ട് നമ്മൾ എല്ലാ ദിവസവും 5 മണിക്ക് ഓഫീസ് അടയ്ക്കും. അതിനുശേഷമാണ് ഈ ന്യൂസുകളെല്ലാം, വാർത്തകളെല്ലാം വന്നത്. എല്ലാ മീഡിയാസിലും ഓഫീസ് പൂട്ടി എന്നുള്ള വിവരങ്ങളൊക്കെ എല്ലാം വന്നത്. ഇതൊരു ഡെയിലി റുട്ടീൻ രാവിലെ തുറക്കും? അതെ, ഡെയിലി രാവിലെ ഒരു 9:30 ആകുമ്പോൾ നമ്മൾ ഓഫീസ് തുറക്കും. വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ അടയ്ക്കും. ഒരു ഓഫീസ് ടൈം ഉണ്ടല്ലോ. അതുപോലെ ഓഫീസ് ഓഫീസ് ഇപ്പോഴും പ്രവർത്തിക്കുന്നത്. MLA എവിടെയാണെന്ന് സംബന്ധിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ? ഇല്ല, അതിനെ പറ്റിയിട്ട് അറിയില്ല. നമ്മൾ ഇന്നലെ ഉച്ചയ്ക്ക് MLA കണ്ടിരുന്നു, ഓഫീസിലുണ്ടായിരുന്നു. കാര്യങ്ങളെല്ലാം, വർക്കിൻ്റെ കാര്യങ്ങളെല്ലാം സംസാരിച്ചിരുന്നു. അതിനുശേഷം പിന്നീട് ബന്ധപ്പെട്ടില്ല? ഇല്ല, ഇന്ന് വിളിക്കുകയോ മറ്റോ? ഇല്ല, ഒന്നും കോണ്ടാക്റ്റ് ഒന്നും ചെയ്തിട്ടില്ല. ഇങ്ങോട്ട് വരുന്നതല്ലേ, എവിടെയാണ് സംബന്ധിച്ച് ഒരു വിവരമില്ല? ഇല്ല, അതൊന്നും പറഞ്ഞു. ഓക്കെ, തീർച്ചയായിട്ടും. അതായത് ഈ ഓഫീസ് സ്റ്റാഫ് പറയുന്നത് ഇന്നലെ വൈകുന്നേരം സാധാരണഗതിയിൽ ഡെയിലി റിട്ടേൺ എന്ന രീതിയിൽ ഓഫീസ് അടയ്ക്കുന്നു. ഇന്ന് ഇപ്പോൾ രാവിലെ 9 മണിയോട് കൂടി ഓഫീസ് തുറക്കുന്നത്. സാധാരണഗതിയിൽ ഓഫീസ് അടയ്ക്കുന്ന, അല്ലാതെ ഓഫീസ് അടച്ചു പൂട്ടി പോയി എന്നത് തരത്തിൽ വാർത്ത വന്നത് ശരിയല്ല എന്ന തരത്തിലാണ് ഇപ്പോൾ ഓഫീസ് സ്റ്റാഫ് പറയുന്നത്. ഓഫീസ് സാധാരണഗതിയിൽ അടയ്ക്കുന്നത് പോലെ അടച്ചു, ഇന്ന് തുറന്നു എന്നുള്ളതാണ്. ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ MLA എവിടെയാണെന്ന് സംബന്ധിച്ച് ഓഫീസ് സ്റ്റാഫിനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ വിവരമില്ല എന്നുള്ളതാണ്. ജില്ലയിലുള്ള ഓഫീസിനകത്ത് കയറി നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ള സൗകര്യം വരെ ഒരുക്കി തന്നിട്ടുണ്ട്. അവിടെ ഇല്ല എന്നുള്ളത് ബോധ്യപ്പെട്ടു. പക്ഷേ സ്റ്റാഫിനും വലിയ ധാരണയില്ലെന്ന് തോന്നുന്നു. ഫോണൊക്കെ ഇന്നലെ മുതൽ സ്വിച്ച് ഓഫ് ആയതുകൊണ്ട് ഓഫീസിലേക്ക് ഇനി എപ്പോൾ വരും എന്നുള്ളതിൽ പോലും സ്റ്റാഫുകൾക്കും ഒരു ആശ്ചര്യമുണ്ടാകും, എന്താണ് സംഭവിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യത്തിൽ. ഓഫീസ് ടൈമിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. MLA ഓഫീസുകൾ അങ്ങനെയാണോ എന്നുള്ളത് കൂടി അറിയേണ്ടതുണ്ട്.